Good evening, dear children. Corporate regulations next video നമുക്ക് നോക്കാം. കമ്പനിയുടെ ഫോർമേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ സെക്കൻഡ് സ്റ്റേജ് നമുക്ക് നോക്കാം, രജിസ്ട്രേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി. കമ്പനി ഫോം ചെയ്യുന്നതിന് നമ്മൾ 4 സ്റ്റേജ് ഇവിടെ പറഞ്ഞിരുന്നു. ഫസ്റ്റ് പ്രൊമോഷൻ ഓഫ് കമ്പനി ഐഡിയ ജനറേറ്റ് ചെയ്യുക, ദെൻ അതിൻ്റെ രജിസ്ട്രേഷനും സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനും കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്, എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രിലിമിനറി ഓർ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്. Preliminary contracts are those contracts made by the promoter on behalf of a company before its incorporation. The preliminary contracts are deemed to have been entered into personally by the promoters. Hence, the promoters are personally liable in respect of preliminary contracts. Such contracts may relate to property which the promoters wish to purchase for the company. So, what is the meaning of preliminary contract? ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചില കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടും. അപ്പോൾ ഇൻകോർപ്പറേഷന് മുൻപ് ഒരു കമ്പനി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിനെയാണ് പ്രിലിമിനറി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. സോ കമ്പനിക്കൊരു ലീഗൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാലിറ്റി ഇല്ലാത്തത് കൊണ്ട്, അതായത് ലീഗൽ എൻറ്റിറ്റി അല്ലാത്തത് കൊണ്ട് കമ്പനിയുടെ പ്രൊമോട്ടർ ആരാണോ അവരാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് പ്രൊമോട്ടേഴ്സാണ്, പേഴ്സണലി പ്രൊമോട്ടേഴ്സാണ് എൻ്റർ ചെയ്യുന്നത്. സോ ഏതെങ്കിലും തരത്തിൽ കോൺട്രാക്റ്റിൽ ലയബിലിറ്റി ഉണ്ടാവുന്നതും പ്രൊമോട്ടേഴ്സിന് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, രജിസ്ട്രാർ ഒരു ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റിന് മുന്നേ നമ്മൾ കമ്പനി ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതിനെയാണ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. പ്രൊവിഷണൽ കോൺട്രാക്റ്റ്. എന്താണ് പ്രൊവിഷണൽ കോൺട്രാക്റ്റ്? ദീസ് ആർ entered by a company after its incorporation but before the company becomes entitled to commence business. സോ കമ്പനിക്ക് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി, ഇൻകോർപ്പറേറ്റ് ചെയ്തു, പക്ഷേ കമ്പനീൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു പീരീഡിൽ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനി ഏതെങ്കിലും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പ്രൊവിഷണൽ കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. സോ ആ ടൈം പീരീഡ്, അതായത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ കമ്പനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റിനെയാണ് പ്രൊവിഷണൽ കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. ബട്ട് ഇറ്റ് ബിക്കംസ് റെഗുലർ ആൻഡ് എൻഫോഴ്സബിൾ ഓട്ടോമാറ്റിക്കലി ഓൺ ഇറ്റ്സ് ഒബ്റ്റെയിനിങ് ദി സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. അപ്പോൾ ഈ ഒരു കോൺട്രാക്റ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് കഴിയും. കമ്പനി സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കമ്പനിക്ക് അത് എൻഫോഴ്സബിൾ, അത് ലീഗലി അത് റെഗുലറായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് കഴിയും. സോ പ്രൊവിഷണൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഇൻകോർപ്പറേഷനും കമൻസ്മെൻറ്റിനും ഇടയിൽ ഒരു കമ്പനി എൻ്റർ ചെയ്യുകയാണെങ്കിൽ, ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ പ്രൊവിഷണൽ കോൺട്രാക്റ്റ് എന്ന് വിളിക്കാം. ഇൻകോർപ്പറേഷന് മുന്നേ ആണ് കമ്പനി കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതെങ്കിൽ അത് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് എന്നും അതിനെ പറയാം. സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കുകയാണ്, ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി. സോ കമ്പനി പ്രൊമോഷൻ സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജാണ് ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി. എന്താണ് ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ലീഗൽ പ്രൊസീജിയർ യൂസ്ഡ് ടു ഫോം എ കമ്പനി. ഇറ്റ് ബ്രിങ്സ് ദി കമ്പനി ഇൻ ടു എക്സിസ്റ്റൻസ്. സോ കമ്പനി നിലനിൽക്കുന്നതിനെയാണ് അല്ലെങ്കിൽ നിലവിൽ കൊണ്ടുവരുന്നതിനെയാണ് ഇൻകോർപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. ആ ലീഗൽ പ്രൊസീജിയറിലൂടെ കമ്പനി ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഇൻകോർപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. കമ്പനി മേ ബി ഫോംഡ് ഫോർ എനി ലോഫുൾ പർപ്പസ്. ദ പ്രൊമോട്ടർ വിൽ ഹാവ് ടു ഗെറ്റ് ടുഗദർ അറ്റ് ലീസ്റ്റ് 7 or more person for public company, 2 or more person for private company. In the case of one person company, there should be a one person. Okay, അപ്പോൾ ഇവിടെ പ്രൊമോട്ടർക്ക് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം, പക്ഷേ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ ലീഗൽ പ്രൊസീജിയറൊക്കെ ഫോളോ ചെയ്തിരിക്കണം. പബ്ലിക് കമ്പനീൻ്റെ കേസിലാണെങ്കിൽ 7 പേരാണ് മിനിമം വേണ്ടത്, ഫോം ചെയ്യാനായിട്ട് വരേണ്ടത്. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 persons ആണ് മിനിമം ആൾക്കാർ വേണ്ടത്. ഓക്കെ, 1 person കമ്പനി ആണെങ്കിൽ ഒരാൾ അവിടെ ഫോം ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ലോഫുൾ പർപ്പസിനായിരിക്കണം കമ്പനി ഉണ്ടാവേണ്ടത്. ദെൻ ദി പ്രൊമോട്ടേഴ്സ് ഹാവ് ടു ഡിസൈഡ് ദ നെയിം ഓഫ് ദി കമ്പനി. കമ്പനീൻ്റെ പേര് പ്രൊമോട്ടേഴ്സാണ് തീരുമാനിക്കുന്നത്. ദ നെയിം സെലക്റ്റഡ് ഷുഡ് നോട്ട് ബി അൺഡിസൈറബിൾ ഇൻ ദി ഒപ്പീനിയൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒപ്പീനിയന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു നെയിം നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. ആൻഡ് എക്സിസ്റ്റിംഗ് കമ്പനീസ് നെയിം, ഒരു
ഓൾറെഡി ഉള്ള കമ്പനിയുടെ പേരാണെങ്കിൽ ആ പേര് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. പ്രൊഹിബിറ്റഡ് ബൈ ദി എക്സിസ്റ്റിംഗ് ലോ. ഓക്കെ, പ്രൊഹിബിറ്റഡ് ബൈ ദി എക്സിസ്റ്റിംഗ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ലോ എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ലോ പ്രൊഹിബിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കമ്പനിയിൽ കൊണ്ടുവരാനായിട്ട് കഴിയില്ല. സോ ദ നെയിം ഷുഡ് എൻഡ് വിത്ത് ലിമിറ്റഡ് ഇൻ ദി കേസ് ഓഫ് പബ്ലിക് കമ്പനി, പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻ ദി കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി. പബ്ലിക് ലിമിറ്റഡ് ആണെങ്കിൽ ലിമിറ്റഡ് എന്നായിരിക്കണം വേണ്ടത്. പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് തന്നെ പേരിന് എൻഡിങ് നെയിമായിട്ട് കൊടുത്തിരിക്കണം. ഓക്കെ, പ്രൊസീജിയർ ഫോർ ഇൻകോർപ്പറേഷൻ കമ്പനി. കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള ലീഗൽ പ്രൊസീജിയേഴ്സാണ് പറയുന്നത്. There shall be filed with the registrar within whose jurisdiction the registered office of a company is to be situated. അപ്പോൾ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഏത് ജുറിഡിക്ഷനിലാണോ നിലനിൽക്കുന്നത് അവിടുത്തെ രജിസ്ട്രാറിൻ്റെ അടുത്ത് നമ്മൾ ചില ഡോക്യുമെൻറ്റ്സ് ഫയൽ ചെയ്തിരിക്കണം. ദ ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഇൻഫോർമേഷൻ ഫോർ രജിസ്ട്രേഷൻ നെയിംലി. അപ്പോൾ രജിസ്ട്രേഷന് വേണ്ടതായിട്ടുള്ള കമ്പനിയുടെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദി മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് ദി കമ്പനി ഡ്യൂലി സൈൻഡ് ബൈ ഓൾ ദി സബ്സ്ക്രൈബേഴ്സ്. ഈ മെമ്മോറാണ്ടോ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് കമ്പനിയുടെ ബൈലോ ആണ്. കമ്പനിയെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതിലുണ്ടായിരിക്കും. സോ ഈ മെമ്മോറാണ്ടവും ആർട്ടിക്കിളും ഡ്യൂലി സൈൻഡ് ബൈ ഓൾ ദി സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അത് സൈൻ ചെയ്തിരിക്കണം. എ ഡിക്ലറേഷൻ ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് ഫോം സ്റ്റേറ്റിംഗ് ദാറ്റ് ഓൾ ദി റിക്വയർമെൻറ്റ്സ് ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 ആൻഡ് റൂൾസ് മെയ്ഡ് ദർ അണ്ടർ ഇൻ റെസ്പെക്ട് ഓഫ് രജിസ്ട്രേഷൻ ഹാവ് ബീൻ കംപ്ലൈഡ് വിത്ത്. അപ്പോൾ രജിസ്ട്രേഷനുമായി സംബന്ധിച്ചിടത്തുള്ള ലീഗൽ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, കമ്പനീസ് ആക്ട് 2013 സാറ്റിസ്ഫൈഡ് ആണ് എന്ന് കാണിക്കുന്ന ഒരു ഡിക്ലറേഷൻ ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, എ ഡിക്ലറേഷൻ ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് ഫോം ബൈ ആൻ അഡ്വക്കേറ്റ് ഓഫ് ദി സുപ്രീം കോർട്ട് ഓർ ഓഫ് എ ഹൈക്കോർട്ട് ഓർ അറ്റോർണി ജനറൽ ഓർ എ പ്ലീഡർ എൻറ്റൈറ്റിൽഡ് ടു അപ്പിയർ ബിഫോർ എ ഹൈക്കോർട്ട്. അപ്പോൾ ഒരു ഹൈക്കോർട്ടിലെയോ സുപ്രീം കോർട്ടിലെയോ അല്ലെങ്കിൽ അറ്റോർണി ജനറൽ, പ്ലീഡർ ഇവരാരെങ്കിലും ഒരു ഡിക്ലറേഷൻ അത് രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം. എ ഡിക്ലറേഷൻ ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് ഫോം ബൈ ആൻ അഡ്വക്കേറ്റ്, എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ഓർ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ് ഹു ഈസ് എൻഗേജ്ഡ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ദി കമ്പനി. അപ്പോൾ കമ്പനി ഡെവലപ്പ് ചെയ്യാൻ ഫോം ചെയ്യാൻ എൻഗേജ്ഡ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് ആവാം, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, കമ്പനി സെക്രട്ടറി, ആരൊക്കെയാണോ കമ്പനി ഫോം ചെയ്യാൻ അതിൽ എൻഗേജ്ഡ് ആയിട്ടുള്ളത് അവരുടെയൊക്കെ ഡിക്ലറേഷൻ ആ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ തന്നെ നമ്മൾ രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യണം. A declaration in the prescribed form by a person named in the articles as director, manager or secretary of the company that all requirements of the act and the rules made thereunder in respect of registration and matters precedent or incidental thereto have been complied with. സോ കമ്പനിയുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷനും കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. ഡയറക്ടർ ആണെങ്കിൽ മാനേജർ, സെക്രട്ടറി അവരെന്ത് ചെയ്യണം, ഒരു ഡിക്ലറേഷൻ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ തന്നെ സബ്മിറ്റ് ചെയ്തിരിക്കണം. ആൻഡ് ദ അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ് ടിൽ ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. സോ കമ്പനി രജിസ്റ്റേർഡ് ഓഫീസ് തീരുമാനിക്കുന്നത് വരെ കമ്പനിക്ക് ഈ രജിസ്ട്രാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അഡ്രസ്സ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. സാധാരണ കമ്പനിയുടെ ഇൻഫോർമേഷനൊക്കെ അല്ലെങ്കിൽ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ രജിസ്ട്രാറുമായിട്ട് രജിസ്റ്റേർഡ് ഓഫീസിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവിടെയായിരിക്കും കമ്പനീൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ആ രജിസ്റ്റേർഡ് ഓഫീസ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വരെ കമ്പനിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അഡ്രസ്സ് അതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഇതൊക്കെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്, രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. And the fourth one, the particulars of name including surname or family name, residential address, nationality and such other particulars of every subscriber to the memorandum along with the proof of identity. അപ്പോൾ ഓരോ സബ്സ്ക്രൈബർ ഇവിടെ സൈൻ ചെയ്തിട്ടുള്ള ഓരോ സബ്സ്ക്രൈബേഴ്സിൻ്റെ നെയിം, അവരുടെ സർനെയിം, ഫാമിലി നെയിം, റെസിഡൻഷ്യൽ അഡ്രസ്സ്, നാഷണാലിറ്റി എല്ലാ ഡീറ്റെയിൽസും പ്രൂഫോട് കൂടി, ഐഡൻറ്റിറ്റി പ്രൂഫോട് കൂടിയിട്ട് തന്നെ രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം. The complete particulars of name including proof of identity of persons named in articles as first directors along with their DIN. DIN means Directors Identification Number. അപ്പോൾ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡയറക്ടേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവരുടെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറോട് കൂടിയിട്ട് തന്നെ ഐഡൻറ്റിറ്റി പ്രൂഫും കംപ്ലീറ്റ് ഡീറ്റെയിൽസും ആ നെയിം അതേപോലെ തന്നെ ഐഡൻറ്റിറ്റി പ്രൂഫ് ഇതെല്ലാം സബ്മിറ്റ് ചെയ്യണം. The consent to act as directors and particulars of interest of first directors mentioned in company's articles of association.
സോ കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഡയറക്ടേഴ്സ് അവരുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ കൺസെൻറ്റ് ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളതിൻ്റെ കൺസെൻറ്റ് ഇവിടെ രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യണം. The particulars of the interest of the persons mentioned in the articles as the first directors of the company in other firms or bodies corporate along with their consent to act as directors of the company in such form and manner as may be prescribed. ഇപ്പോൾ ഈ കമ്പനി അല്ലാണ്ട് മറ്റേതെങ്കിലും കമ്പനിയിൽ ഇവർ ഒരു ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ പുതിയ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആവാൻ വില്ലിംഗ് ആണ് എന്ന് കാണിക്കുന്ന ഒരു കൺസെൻറ്റ് രജിസ്ട്രാർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതാണ് അവിടെ പറയുന്നത്. എനി ഫസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി ഇൻ അതർ ഫേംസ് ഓർ ബോഡീസ് കോർപ്പറേറ്റ് എലോങ് വിത്ത് ദെയർ കൺസെൻറ്റ്. അപ്പോൾ കൺസെൻറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഡയറക്ടേഴ്സായിട്ട് ആക്ട് ചെയ്യാം എന്നുള്ളൊരു കൺസെൻറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ. ദ രജിസ്ട്രാർ ഓൺ ദി ബേസിസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഇൻഫോർമേഷൻ ഫൈൽഡ് അണ്ടർ ദി സബ്സെക്ഷൻ 1 shall register all the documents and information referred to in that subsection in the register and issues a certificate of incorporation in the prescribed form to the effect that the proposed company is incorporated under this act. So registrar ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഫയൽ ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് അത് വെരിഫൈ ചെയ്തതിന് ശേഷം കമ്പനിക്ക് അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യും? സെക്ഷൻ പ്രകാരം ഇഷ്യൂ ചെയ്യും. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യും. അതോടുകൂടി ആ കമ്പനിയുടെ പേര് കമ്പനി രജിസ്റ്റേർഡ് രജിസ്റ്ററിൽ വരികയാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടുന്ന പ്രൊസീജിയറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. On and from the date mentioned in the certificate of incorporation issued under subsection 2, the registrar shall allot to the company a corporate identity number, which shall be a distinct identity for the company and which shall also be included in the certificate. സോ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ, ഒരു കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പറും കൂടി രജിസ്ട്രാർ അലോട്ട് ചെയ്യും. ഈ നമ്പർ സർട്ടിഫിക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദ കമ്പനി ഷാൾ മെയിൻറ്റെയിൻ ആൻഡ് പ്രിസർവ് at its registered office copies of all documents and information as originally filed under subsection 1 till its dissolution under this act. So as per law, company നിയമപ്രകാരം കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണോ ആ രജിസ്റ്റേർഡ് ഓഫീസിൽ കമ്പനിയുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും അതിൻ്റെ ഒറിജിനലി അത് ഫയൽ ചെയ്തിരിക്കണം. രജിസ്ട്രാറിൻ്റെ കീഴിൽ രജിസ്റ്റേർഡ് ഓഫീസിൽ കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഡോക്യുമെൻറ്റ്സും ഫയൽ ചെയ്തിരിക്കണം. എന്ന് വരെ? കമ്പനിയുടെ ഡിസല്യൂഷൻ സ്റ്റേജ് എത്തുന്നത് വരെ കമ്പനിയുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും രജിസ്റ്റേർഡ് ഓഫീസിൽ ഫയൽ ചെയ്തിരിക്കണം. ഇഫ് എനി പേഴ്സൺ ഫർണിഷസ് എനി ഫാൾസ് ഓർ ഇൻകറക്റ്റ് പെർട്ടിക്കുലേഴ്സ് ഓഫ് എനി ഇൻഫോർമേഷൻ ഓർ സപ്രസസ് എനി മെറ്റീരിയൽ ഇൻഫോർമേഷൻ ഹി ഷാൾ ബി ലയബിൾ ഫോർ ആക്ഷൻ അണ്ടർ സെക്ഷൻ 447. യെസ്, ഇവിടെ നമ്മൾ ഫയൽ ചെയ്യുന്ന ഇൻഫോർമേഷനിൽ ഏതെങ്കിലും തരത്തിലൊരു ഇൻകറക്റ്റ് ഇൻഫോർമേഷനോ ഫാൾസ് ഇൻഫോർമേഷനോ ഫ്രോഡോ നമ്മൾ കാണിക്കുകയാണെങ്കിൽ ആ പേഴ്സൺ അതിന് ലയബിൾ ആയിരിക്കണം. ആസ് പെർ സെക്ഷൻ 447 പ്രകാരമുള്ള പണിഷ്മെൻ്റ് അവർക്ക് കിട്ടിയിരിക്കുന്നതാണ്. സോ ഹീ ഈസ് ലയബിൾ ഫോർ ദി ആക്ഷൻ. അപ്പോൾ കമ്പനി രജിസ്റ്റേർഡ് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് എന്തായിരിക്കണം? യെസ്, ട്രൂ ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം, ഫെയർ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കണം. ട്രൂ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കണം കമ്പനി രജിസ്റ്റേർഡ് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ നമുക്ക് നോക്കാം. എ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഈസ് എ ലീഗൽ ഡോക്യുമെൻറ്റ്. ഇറ്റ്സ് എ ലൈസൻസ് റിലേറ്റിംഗ് ടു ദി ഫോർമേഷൻ ഓഫ് കമ്പനി ഓർ കോർപ്പറേഷൻ. ഒരു കമ്പനി നിലനിൽക്കാൻ വേണ്ടതായിട്ടുള്ള കമ്പനിയുടെ ഒരു ലൈസൻസ് ആണ്, ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. കമ്പനി നിലവിൽ വന്നു എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. A certificate of incorporation is the certificate which certifies that the company is incorporated. കമ്പനി ഇൻകോർപ്പറേറ്റഡ് ആയി, രജിസ്റ്റേർഡ് ആയി എന്ന് കാണിക്കുന്നതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദി രജിസ്ട്രാർ ഓഫ് കമ്പനി. കമ്പനിയുടെ രജിസ്ട്രാറാണ്, ഏതാണോ കമ്പനിയുടെ രജിസ്ട്രാർ അദ്ദേഹമാണ് എന്ത് ഇഷ്യൂ ചെയ്യുന്നത്? സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കൊടുക്കുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ദ നെയിം ഓഫ് ദി കമ്പനി. ഇതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? കമ്പനിയുടെ നെയിം ഉണ്ടായിരിക്കും, അതേപോലെ ഒരു ഐഡൻറ്റിറ്റി നമ്പർ ഉണ്ടായിരിക്കും, അതാണ് കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ, ആൻഡ് ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂ ആൻഡ് ദ സിഗ്നേച്ചർ ഓഫ് ദി രജിസ്ട്രാർ വിത്ത് ഹിസ് സീൽ. ദിസ് സർട്ടിഫിക്കറ്റ് ബ്രിങ്സ് ദ കമ്പനി ഇൻ ടു എക്സിസ്റ്റൻസ്. അപ്പോൾ നിലനിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ കമ്പനി കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഉണ്ടായിരിക്കണം. കണ്ടൻസ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. കമ്പനിയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ എന്തൊക്കെ കണ്ടൻറ്റുകളാണ് ഉള്ളത് നോക്കാം. ദ നെയിം ഓഫ് ദി കമ്പനി, കമ്പനിയുടെ നെയിം,
രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ്, കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ദ നെയിം ഓഫ് രജിസ്റ്റേർഡ് ഏജൻറ്റ് ഫോർ ദി അഡ്രസ്, ദ നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് ആർ ഓതറൈസ്ഡ് ടു ബി ഇഷ്യൂഡ്, കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഓതറൈസ്ഡ് ഷെയർസ് എത്രയാണ്, അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അഡ്രസ് ഓഫ് ദി കോർപ്പറേഷൻ ഓഫീസ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഈച്ച് ഇൻകോർപ്പറേറ്റർ, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഈച്ച് മെമ്പർ ഓഫ് ദി ഇനീഷ്യൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. പർപ്പസ് ഓഫ് ദി ബിസിനസ്, കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്താണ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരിക്കണം. സോ ഇതൊക്കെയാണ് കമ്പനിയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ നമ്മൾ കാണിക്കേണ്ട അല്ലെങ്കിൽ ഇൻഫോർമേഷൻ കൊടുക്കേണ്ടത്. സ്റ്റേജ് 3, മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരികയാണ്, കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ഈസ് എ സർട്ടിഫിക്കറ്റ് ടു ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദി കൺസേൺഡ് രജിസ്ട്രാർ ഓഫ് കമ്പനി. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ കമ്പനിയുടെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ്. അപ്പോൾ 2 സർട്ടിഫിക്കറ്റ് ആണുള്ളത്. ഒന്ന് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനും രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സും. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി നിലവിൽ വരാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. നിലവിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, കമ്പനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മറ്റൊരു സർട്ടിഫിക്കറ്റും കൂടി വേണം. അതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. This certificate is needed by a public and private limited company having share capital to commence the business. അപ്പോൾ പുതിയ നിയമപ്രകാരം 2 കമ്പനികൾക്കും, പബ്ലിക് കമ്പനിക്കും പ്രൈവറ്റ് കമ്പനികൾക്കും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, ബിസിനസ് നടത്തണമെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. ആദ്യം ഇതിൽ പ്രൈവറ്റ് കമ്പനികൾക്കും പബ്ലിക് കമ്പനികൾക്കും വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് 2 കമ്പനികൾക്കും ഈ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഫോർമേഷൻ ഓഫ് കമ്പനിയിൽ സാധാരണ ചോദിക്കാറുള്ള ഏരിയാസാണ് ഈ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റും അതേപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സും. അപ്പോൾ ഈ ഒരു ഏരിയ അതിൽ കണ്ടൻറ്റ് ഒക്കെ പറയുന്നുണ്ട് അല്ലേ, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ എന്തൊക്കെ കണ്ടൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട്സ് എഴുതിയെടുക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.